നിന്റെ കൃപ നീ കളയരുത്. ചില പ്രശ്നവും പ്രയാസവും പ്രതിസന്ധിക്ക് ഉണ്ടാകും. ദൈവകൃപയിലാണ് നീ ഇത് തുടങ്ങിയെന്ന് നീ ഓർത്തോളണം. യോഹന്നാൻ്റെ സുവിശേഷം 15:16 നമ്മുടെ നാഥനും രക്ഷിതാവുമായ ദൈവം വിളിച്ചു പറയുകയാണ്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം പറയും, ഈ കുടുംബജീവിതത്തിന് നിന്നെ ഞാനാ തെരഞ്ഞെടുത്തത്. ഈ പങ്കാളിയോട് കൂടെ ജീവിക്കാൻ നിന്നെ ഞാനാ തെരഞ്ഞെടുത്തത്. ഈ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലുണ്ടല്ലോ, ഇവിടെ വലിയ കുഴപ്പം വരികയില്ല. തൊട്ട് താഴെ അങ്ങനെ ആദം സ്വീകരിച്ച കുടുംബജീവിതത്തിന് ദൈവം വേറൊരു വരം കൂടെ കൊടുത്തു. ഇത് ആദമിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഇത് സ്വീകരിച്ച സകല മനുഷ്യർക്കും കിട്ടിയെന്നാണ്. ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, കള്ളു കുടിച്ച് വ്യഭിചരിച്ച് ഭാര്യയെ തല്ലി ഭർത്താവിനെ തെറി പറഞ്ഞ് തകർന്ന് തരിപ്പണമായ കുടുംബങ്ങൾ. ചില കൂട്ടായ്മകൾക്ക് പോയി, ചില ധ്യാനത്തിന് പോയി, ചില വചന ശുശ്രൂഷയ്ക്ക് പോയി. വചന കൂടാരത്തിനകത്ത് കയറിയിരുന്ന് കർത്താവിൻ്റെ വചനം കേട്ട് ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് പശ്ചാത്തപത്തിൻ്റെ ചൂട് കാരണം ഉണങ്ങിക്കിടന്നിരുന്ന, എന്നതാ ഇങ്ങനെ തണുത്ത് മരവിച്ചുറച്ച് കിടന്നിരുന്ന പാപത്തിൻ്റെ കറകളെ പശ്ചാത്തപത്തിൻ്റെ ചൂട് കൊണ്ട് ഉരുക്കിക്കളഞ്ഞപ്പം ദൈവസ്നേഹം ഒഴുകി ആ കുടുംബങ്ങളെല്ലാം സ്നേഹത്തിൽ ജീവിക്കുന്ന വലിയ കാഴ്ച കണ്ടിട്ടുണ്ട്. ചിലർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ദൈവം വീട്ടിലേക്ക് വന്നപ്പം ചില പിശാച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ചില പൈശാചിക ബന്ധനം കഴിഞ്ഞു പോയി, ഇന്ന് വീട് സ്വർഗമാണച്ചു, അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? ദൈവത്തെ കൊണ്ടുവച്ചപ്പം വീടിനകത്ത്. ദൈവത്തിന് സ്ഥാനം ആദം ഹവ്വയും ജീവിതത്തിൽ കൊടുത്തപ്പം ഇതെൻ്റെ അസ്ഥിയും മാംസവുമാണ്. ഉള്ളത്തിലേക്ക് നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, ഇതെൻ്റെ അസ്ഥിയും മാംസവുമാണ്. ആദമിനെ വിളിക്കാൻ ഒരു മുദ്രാവാക്യമുണ്ട്, ഇവൾ എൻ്റെയാണ്. ആദം അങ്ങനെ പറഞ്ഞപ്പം ഹൗവ ചിലപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഉപ്പുറ്റിക്കാല് നിലത്തേക്ക് വെച്ച് പെരുവിരലുകൊണ്ട് ഒരു വട്ടം വരച്ചിട്ട് പറഞ്ഞ്, ഇച്ചായം പറഞ്ഞത് കറക്റ്റ്, ആമേൻ. നെഞ്ചത്തേക്ക് ചാഞ്ഞങ്ങ് കടന്നിട്ടുണ്ടാവും. അങ്ങനത്തെ കുടുംബത്തിനൊരു വരം കിട്ടി. അടുത്തത്, അവർ ഒറ്റ ശരീരമായി തീരും, പുരുഷനും അവന്റെ ഭാര്യയും നഗ്നരായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക. ബൈബിളിൽ തന്നെ അടുത്ത വാക്യം എഴുതി. ഇതെങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കറിയാൻ മേല, ഇതെങ്ങനെ വിസ്തരിച്ച് പറയണമെന്ന് എനിക്കറിയാൻ മേല. അടുത്ത വചനം എഴുതി വച്ചിരിക്കുകയാണ്. പുരുഷനും, ഏത് പുരുഷൻ? ദൈവം സൃഷ്ടിച്ച പുരുഷൻ. സ്ത്രീ, പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നത്രേ. ശ്രദ്ധിച്ചു കേട്ടെ, പുരുഷനും സ്ത്രീയും. പറഞ്ഞേ, എന്താ ഈ നഗ്നത എന്ന് പറഞ്ഞാൽ? നമ്മൾ വിചാരിക്കുന്ന നഗ്നതയല്ല. നഗ്നത എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കാത്തതായിരുന്നു, അല്ലേ? നമ്മളൊരാളെ നഗ്നനാണെന്ന് പറഞ്ഞാൽ വസ്ത്രം കൊണ്ട് മറച്ചിട്ടില്ല, അങ്ങനെയല്ല അർത്ഥം. സൂര്യനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കരുത്, അങ്ങനെ കേട്ടിട്ടില്ലേ? എൻ്റെ അർത്ഥം എന്താണ്? ഒരു മറ വെച്ചിട്ട് അവർ നഗ്നരായിരുന്നു എന്ന് വെച്ചാൽ ഒരു മറയില്ലാത്ത മനുഷ്യരായിരുന്നവരെന്നേ. ആദമും ഹവ്വയും ഭാര്യ ഭർത്താക്കന്മാർ ജീവിച്ചതേ, ശ്രദ്ധിച്ചു കേട്ടെ, അവർ തമ്മിൽ ഒരു മറയില്ലായിരുന്നു. ആദമിന് എന്ത് തോന്നുന്നു അതല്ല ഹവ്വയ്ക്ക് മനസ്സിലാകും. ആദമിൻ്റെ മുമ്പിൽ മറച്ചു വെക്കാൻ ഹവ്വയ്ക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഹവ്വയുടെ മുമ്പിൽ മറച്ചു വെക്കാൻ പറഞ്ഞേ ഇതാണ് കുടുംബം. നിന്റെ ജീവിത പങ്കാളിക്ക് കാണാൻ കൊള്ളാത്ത ഒന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നിന്റെ ജീവിത പങ്കാളിക്ക് എടുക്കാൻ പറ്റാത്ത ഒരു ഫോണും നിന്റെ ഫോണിലേക്ക് വരാൻ പാടില്ല. നിന്റെ ജീവിത പങ്കാളിക്ക് വായിച്ചു നോക്കാൻ പറ്റാത്ത ഒരു മെസ്സേജും നിന്റെ ഫോണിൽ വരരുത്. നിന്റെ ജീവിത പങ്കാളിക്ക് കാണാൻ പറ്റാത്ത ഒന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ആദമും ഹവ്വയും ഒന്നും മറച്ചു വെക്കാനുണ്ടായിരുന്നില്ല. അതാ ദൈവകൃപയുള്ള വീട്. ഇന്ന് വീടുകളിൽ എന്താ കുഴപ്പമെന്നറിയോ? പലതും മറച്ചു വെക്കുന്നു. എനിക്കെൻ്റെ പങ്കാളിയുടെ അടുത്ത് നിന്ന് പലതും മറച്ചു വെക്കണമെന്നേ. ഒരു ഫോൺ വരുമ്പോൾ അവളുടെ അടുത്തുനിന്ന് വിളിക്കാൻ ധൈര്യമില്ല, ഒരു മെസ്സേജ് വരുമ്പോൾ അവളുടെ അടുത്തുനിന്ന് നോക്കാൻ ധൈര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയോ? ഒരു 5-8 ഇതിട്ടിട്ടാണ് ഇത് പൂട്ടി വെക്കുന്നത് ഫോണേ. എന്തൊക്കെ വരെയെന്നറിയാം ചിലരുടെ ഫോൺ ഇങ്ങനെ ഇട്ട് ഒരു കാരണവശാൽ തുറക്കരുത്. ചിലത് സൂക്ഷിച്ചു വെക്കുക. ഒരിക്കലൊരു കുടുംബ പ്രശ്നം നടക്കുകയാണ്, പ്രശ്നത്തോട് പ്രശ്നം. ഞാനാണ് കേട്ട് മടുത്ത്. ഇവളൊരു 45 മിനിറ്റ് പറഞ്ഞു ഇവൻ്റെ കുറ്റം കൊണോന്നിങ്ങനെ പറയുക. ഞാൻ പറഞ്ഞു, ഇനി നീ പറ. അവനൊരു 5 മിനിറ്റേ പറഞ്ഞോളൂ. അവനൊരു 5 മിനിറ്റ് പറഞ്ഞു, ഇവള് 2 പ്രാവശ്യം എൻ്റെ ഇടയിൽ കയറി. എൻ്റെ മുമ്പിൽ നിന്ന് തന്നെ ഇവർ തല്ലുമെന്നായി. അവസാനം ഞാൻ ചോദിച്ചു, എന്താ വിഷയം എന്ന് പറഞ്ഞിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വൈകാരികതലാണ്. അവസാനം അവൾ പറഞ്ഞു, എൻ്റെ അച്ഛ ഇയാൾ എന്നിൽ നിന്ന് പലത് ഒളിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ എന്താ അവളുടെ അടുത്ത് ഒളിച്ചു വന്ന് പറയട്ടെ. അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾക്കേ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വരുമ്പോൾ നിങ്ങൾ എന്തിനാ ഗേറ്റിൻ്റെ പുറത്തേക്ക് ഓടുന്നത്? അപ്പം ഞാൻ ചോദിച്ചു, അത് ശരിയല്ലല്ലോ.
എന്തിനാടാ ഫോൺ വരുമ്പോൾ നീ ഇങ്ങനെ ഓടുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛൻ ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഞാനൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് ഈ ബിസിനസ് സീക്രട്ട് എല്ലാം ഭാര്യയോട് പറയാൻ പറ്റത്തില്ല. ബിസിനസ്സൊക്കെ അങ്ങനെ ഭംഗിയായി നടക്കുന്നത് അതല്ലേ ഇവളാരോടെങ്കിലും പറഞ്ഞു. ബിസിനസ്സിന് അതിൻ്റേതായ ഒരു സ്വകാര്യതയുണ്ട്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, അത് ശരിയാ, ബിസിനസ്സിന് അതിൻ്റേതായ ഒരു സ്വകാര്യത ഇപ്പോൾ എപ്പോഴും പറയാൻ പറ്റുമോ? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ അറിയാത്ത എന്ത് ബിസിനസ് അച്ഛാ? അത് ശരിയാണല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, അല്ല ഇവളറിയാത്ത ഈ മധ്യസ്ഥതയിരിക്കുന്നവരുടെ കുഴപ്പമേ, നമ്മൾ ഇവിടെയും കൂടണം അവിടെയും കൂടണം, ആകെ പ്രശ്നമാണ്. ഈ അറിയാത്ത എന്ത് ബിസിനസ്സാണ് നിനക്കുള്ളത്? അത് അച്ഛൻ അറിയാത്തതാണ്. ഈ ബിസിനസ് എന്ന് പറയുന്നത് ഭയങ്കര കോമ്പറ്റീഷൻ ഫീൽഡ് അച്ഛാ. അത് ശരി. അപ്പം നമ്മളങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു, മോളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കും. എന്നിട്ട് ഞാൻ അവൻ്റെ കണ്ണിലേക്ക്, എനിക്ക് മനസ്സിലായി എന്തോ കള്ളത്തരമുണ്ടെന്ന്. അവക്കറിയാൻ മേലാത്ത എന്ത് ബിസിനസ്സാണ് ഉള്ളത്. ആദ്യമൊക്കെ അവനിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ സത്യം പറഞ്ഞു. എന്താണെന്നറിയോ? തൊട്ടടുത്ത വീട്ടിലെ സുലൈമാൻ സൗദി അറേബ്യയിലാണ്. സുലൈമാൻ്റെ ഭാര്യ മൈമൂന വീട്ടിലുണ്ട്. ഇവർ തമ്മിൽ എന്തോ ബിസിനസ്സും ഉണ്ട്. ഇതെങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനത്തെ ചില സാധനങ്ങൾ ഇന്ന് പല കുടുംബ ജീവിതങ്ങളിലും പലതും മറച്ചു വെക്കുന്നു. ഏദൻ തോട്ടത്തിലെ കുടുംബജീവിതത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ചങ്കിനകത്ത് കൊള്ളണം. ജീവിത പങ്കാളിയുടെ മുമ്പിൽ നഗ്നരായിരുന്നു. അതിൻ്റെ അർത്ഥം തുണിയില്ല എന്നുള്ളതല്ല, മറച്ചു വെക്കാൻ ഒന്നുമില്ല. സാമ്പത്തിക കാര്യേ അതിനോടും കൂടെ പറയണം. ചിലർ പൊട്ടിപ്പൊളിഞ്ഞ് വാളീസായി, അന്നേരമാണ് ഭാര്യ അറിയുന്നത്, ദൈവം ഇത്രയും കടമുണ്ടോ? അപ്പോൾ അച്ഛന്മാർ ചോദിക്കും, അല്ല നീ അറിഞ്ഞില്ല, എന്നോടൊന്നും പറയാറില്ല ചാ. ചോദിക്കണം, ചോദിച്ച ഒന്നും മിണ്ടൂല്ല ചാ, മിണ്ടണം. ഇനി നിങ്ങൾ രണ്ടും ഒന്നാണ്. 10 രൂപ കൈ കിട്ടിയാൽ എങ്ങനെ ചിലവാക്കണം ആലോചിച്ച് ചെയ്യണം. മക്കളെ ഏത് സ്കൂളിൽ വിടണം എന്താ ആലോചിച്ച കുഴപ്പം? ചില ആണുങ്ങൾക്കൊരു ഒരു കോംപ്ലക്സാണ്. ഇവളോട് ആലോചിച്ച്, ഇവർക്ക് വല്ല വിവരമുണ്ടോ? ഇവർക്ക് വല്ല വെളിവുണ്ടോ? എനിക്കെല്ലാം അറിയാം. നമ്മളൊരു സത്യം മനസ്സിലാക്കണം. മാൻ ഹാസ് സൈറ്റ്, വുമൺ ഹാസ് ഇൻസൈറ്റ്. പുരുഷന് കാഴ്ചയുണ്ട്, സ്ത്രീക്ക് ഉൾക്കാഴ്ചയുണ്ട്. എല്ലാവരും വിളിച്ച് വീട്ടിൽ കൊണ്ടുവരരുത്. കുഴപ്പമില്ലടി, എല്ലാവരും വിളിച്ച് അന്നേരം അവൾ പറയും, എനിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, ആലോചിച്ചിട്ട് വേണം. ഞാൻ പറഞ്ഞത് വലിയ അർത്ഥം വെച്ചോണ്ടാണ് പറഞ്ഞത്. ചില കുടുംബങ്ങളൊക്കെ പൊളിയുന്ന അങ്ങനെയാണ്. ഫ്രണ്ട്സ് കയറിയിരുന്ന്, അവർ കയറിയിരുന്ന്, ഇവർ കയറിയിരുന്ന്, അങ്ങനെ കളയാനുള്ളത് കുടുംബം. ആദമിന് ഹവ്വയും മറച്ചു വെക്കാനും. അതുകൊണ്ടാണ് നമ്മൾ പറയും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, ഒന്നിച്ചിരുന്നൊന്ന് സംസാരിക്കണം. അങ്ങനത്തെ വീടിൻ്റെ ബലം വേറെയാണ്. ഇന്ന് പല വീടും കല്ലറ പോലെയാണ്, ശവക്കല്ലറ പോലെയാണ്. കണ്ടാൽ വലിയ ഗംഭീരമാണ് ഓരോന്നും. ഒരു ബെഡ്റൂം, ആ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ തന്നെ ബാത്റൂം, ആ ബാത്റൂം എല്ലാം അതിനകത്ത് തന്നെ. നേരെ അങ്ങ് വന്നു, അതിനകത്തേക്ക് കയറി അവരുടെ ലോകം. അവർ കുറച്ച് പേര് അതിനകത്ത്, കുറച്ച് പേര് ഇതിനകത്ത്, കുറച്ച് പേര് ഇതിനകത്ത്, എല്ലാം കമ്പാർട്ട്മെൻറ്റാണ് അതിനകത്ത്. ലിവിങ് റൂം എന്ന് പറഞ്ഞൊരു റൂമുണ്ട്. അതിനകത്ത് എന്തുണ്ട്? നമ്മളതിനെ വിളിക്കുന്ന ലിവിങ് റൂം എന്നാണ് അല്ലേ, ജീവനുള്ള മുറി. അതിനകത്ത് എന്തുണ്ട്? ഒരു ചെമ്പ്, ഒരു കരകം, ഒരു കോളാമ്പി അല്ലേ, ആരും ഇരിക്കാതെ പൂത്ത കുറേ സെറ്റിയും. പണ്ട് അവിടെ ഇരിക്കാൻ 2 സാധനം ഉണ്ടായിരുന്നു. എന്നതാ? ഒരു 80 വയസ്സുള്ള അപ്പനും 75 വയസ്സുള്ള ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അതുങ്ങൾ പണ്ട് അവിടെ ഇരിക്കുമായിരുന്നു. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ മൊത്തം ഗ്രാനൈറ്റൊക്കെ ഇട്ട് വൃത്തിയാക്കി ഇതുങ്ങൾ മുറുക്കി തുപ്പിയിരുന്ന് നമുക്ക് വൃത്തികേടാണ്. അതുകൊണ്ട് എന്ത് ചെയ്ത് അടിയത്തെ നിലയിലൊരു വലിയ അറയുണ്ടായി, നിലയറ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുങ്ങൾ അതിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത്. ഒരു മണമാണല്ലോ, നമ്മളെപ്പോലെ അല്ലല്ലോ. അതുകൊണ്ട് അതുങ്ങളെ അവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എന്നിട്ട് അവിടെ കിടന്ന ചെമ്പും കരകവും പറയും മറ്റും മറിച്ചെല്ലാം എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചു. ആരെയും വരും, പാരമ്പര്യമുള്ള കുടുംബാട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ ചെമ്പുണ്ടായിരുന്നു, അത് കാണിക്കാൻ ഇവിടെ കൊണ്ട് ചെമ്പ് വെച്ചേക്കാം. ഈ മാർക്കറ്റിൽ ഇപ്പോൾ വാങ്ങിയതാ കാശുണ്ടായപ്പോൾ. പണ്ട് പട്ടിണി ആയിരുന്നേ. പാരമ്പര്യം കാണിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ട് ഇത് നിലവറ കൊണ്ടുവെക്കാൻ പോലെ. കുടുംബം ജീവനുള്ള സ്ഥലമാണ്. പരസ്പരം ആലോചിച്ച് സംസാരിച്ച് ഒരു വീടിനകത്ത് എന്തോ ഒരു അഭിഷേകം വേണം. ഒരു വീടിനകത്തേക്ക് പുറമേ നിന്ന് ഒരാൾ വന്ന് കയറുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഉള്ളിൽ എന്താ കിടക്കണേന്ന്. വീടിൻ്റെ ഉള്ളിൽ അച്ഛന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ചില വീട്ടിൽ ചവിട്ടുമ്പോഴേ അറിയാം സ്നേഹാരൂപയുള്ള വീട്. ചില വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ പോലും കിട്ടത്തില്ല. എന്നിട്ട് ഇങ്ങനെ നടക്കുക നമ്മൾ. ബന്ധനാണ്. ആരാ ഉണ്ടാക്കി വെച്ചത്? നമ്മൾ തന്നെ ബന്ധിച്ചു വെക്കുന്നത്. ഏദൻ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഒന്നും മറച്ചു വെക്കാനില്ലാത്തവരായിരുന്നു. മറച്ചു വെക്കാനില്ലെങ്കിൽ ഒത്തിരി സംസാരിക്കാൻ പറ്റൂ.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ വർത്തമാനം പറഞ്ഞാൽ തീരുമോ? മറച്ചു വെക്കാനുണ്ടെങ്കിൽ മിണ്ടാൻ പറ്റുമോ? ഞാൻ പുരുഷന്മാരുടെ സ്ത്രീകളുടെ മനഃശാസ്ത്രം കുറച്ച് മുമ്പ് പറയുന്നുണ്ട്, അന്നേരം കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാവും. അടുത്ത് വായിക്കുക. അവർ നഗ്നരായിരുന്നു. അടുത്ത വാക്യം കൂടെ ശ്രദ്ധിക്കണം. എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. എങ്കിലും ഏദൻ തോട്ടത്തിലെ കുടുംബമാണ്, ദൈവം സ്ഥാപിച്ച കുടുംബം. അവർ നഗ്നരായിരുന്നു. മറച്ചു വെക്കാനുണ്ടായിരുന്നില്ല, ഒന്നും മറച്ചു വെക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താണെന്നറിയോ? മറച്ചു വെക്കാനില്ലായിരുന്നു. അടുത്ത വാക്ക് പറയണം, എങ്കിലും. നോക്കൂ, ആ സെൻറ്റൻസ് കൂടിച്ചേരുന്ന കൺജക്ഷൻ വേർഡ് നോക്ക്. എങ്കിലും ആ വാക്കിൻ്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്നും മറച്ചു വെക്കാനില്ലായിരുന്നു, എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയില്ല. അതിൻ്റെ അർത്ഥം എന്താ? ലജ്ജിക്കാനുള്ള പലതും ഉണ്ടായിരുന്നു, എങ്കിലും ലജ്ജ തോന്നിയില്ല. നാണം കെടാനുള്ള പലതും ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് നാണം തോന്നിയില്ലെന്നേ. അവർക്ക് ക്ഷമിക്കാനുള്ള കൃപയുണ്ടായിരുന്നു, സഹിക്കാനുള്ള കൃപയുണ്ടായിരുന്നു, വീണ്ടും സ്നേഹിക്കാനുള്ള ആദ്യം ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടേക്കാം. ദീർഘക്ഷമയുടെ കൃപാവസ്ത്രം. കൃപ ലഭിച്ചവരല്ലാതെ ആരും ഇത് നിങ്ങൾക്ക് വല്ല മനസ്സിലാവുണ്ടോ? ഒരു കുടുംബം പൊളിഞ്ഞിട്ടില്ല, അവരുടെ കൃപയ്ക്ക് ഒരു കുറവും വന്നില്ല. അവരുടെ മേൽ കിടന്ന കൃപയ്ക്ക് ഒരു കുറവുമില്ല. ആദം ചിലപ്പോൾ പെട്ടെന്ന് കോപിച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ ഹൗവയിൽ ദീർഘക്ഷമ വർക്കൗട്ടായി. ആദം ചിലപ്പോൾ തൊഴിലുറപ്പിന് പോയിട്ട് തിരിച്ചു വരായിരിക്കും, വന്നപ്പോൾ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഹൗവ ഇങ്ങനെ നോക്കിയിരുന്നു, 5 മണിയായിട്ടും വന്നിട്ടില്ല. ഈ പുള്ളി എവിടെ പോയി? അപ്പോഴാണ് ആദം ഇങ്ങനെ എന്താ തവളേനെയോ അല്ലെങ്കിൽ കോഴീനെയോ കാട്ടുകോഴീനെയോ എന്തോ പിടിച്ചുകൊണ്ട് വരികയാണ് കറി ഉണ്ടാക്കുക. ഈ 3:30 രാത്രിയായ സമയത്താണ് ഇയാൾ പിടിച്ച് കിടക്കണ്ടേ ഉറങ്ങണ്ടേ. ഹൗവയ്ക്ക് അങ്ങോട്ട് കലിപ്പങ്ങോട്ട് കയറി. അവ പറഞ്ഞു, എൻ്റെ മനുഷ്യ ഇപ്പോഴാണോ കൊണ്ടുവന്നത്? പകൽ സമയം ഉണ്ടായിരുന്നില്ലേ? അവൾ തുള്ളിച്ചാടണുണ്ടപ്പോൾ ആദമിന് മനസ്സിലായി, പകൽ ഇവിടെ വീടിനകത്തിരുന്ന് മൊത്തം പണിയെടുത്തിട്ട് ക്ഷീണിച്ചിരിക്കുന്നു, ഞാനും കൂടെ കൂടിയേക്ക് അടുക്കള പണിക്ക്. സഹകരണത്തിൻ്റെ കൃപ അങ്ങോട്ട് ഇറങ്ങിന്നേ. ചില വീട്ടിലെങ്ങനെയാണ്, ഭർത്താവ് അങ്ങാടി പോയിട്ട് വന്നപ്പോൾ അവിടെ പോയിരുന്ന് അങ്ങാടി പോയിരുന്ന് കുറേ നേരം വർത്താനം പറഞ്ഞു. ഓട്ടോറിക്ഷയിൽ മത്തിമീൻ കൊണ്ടുവന്നത് സാധാരണ 1 കിലോ മത്തിക്ക് 100 രൂപയാണ്. ഇപ്പോൾ കൊണ്ടുവന്നപ്പോൾ അത് കുറച്ച് ചീഞ്ഞതാണ്. അവൻ വിളിച്ച് പറഞ്ഞു 100 രൂപയ്ക്ക് 5 കിലോ. പുള്ളിക്കാരൻ 10 കിലോ കൊണ്ട് വാങ്ങി. എന്നിട്ട് ഭാര്യയുടെ അടുത്തേക്ക്, എടി എന്നാ മത്തി കൊണ്ടുവന്നിട്ട് വറുത്തോ, രാത്രി 9 മണിക്ക് കൊണ്ടുവന്നിട്ട്. എൻ്റെ വീട്ടിൽ നടക്കണത് തന്നെ അല്ലേ? അവനവൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യം തന്നെ. ലാഭത്തിന് കിട്ടിയപ്പോൾ കുറേ ചീഞ്ഞതങ്ങ് കൊണ്ടുവന്നു. എന്നിട്ട് എന്നോട് നന്നാക്കി കൊള്ളാൻ. നമ്മൾ 11 മണി വരെ ഈ നാറിയ മത്തി വെച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കുടുംബ പ്രശ്നം ഉണ്ടാകാൻ അത് മതി. ആദമിന് അന്നേരം വർക്കൗട്ടായി. മത്തി ചീഞ്ഞതാണെങ്കിലും അവൾ ഒറ്റയ്ക്ക് ഇരിക്കണ്ട, ഞാനും കൂടെ ഒരു കൊരണ്ടിപ്പലകിട്ട് ഒരു കൊച്ചു പിച്ചാത്തി എടുത്തുകൊണ്ട് ചെന്നിട്ട് അത് അങ്ങോട്ട് ഇങ്ങോട്ട് മന്തി, വറക്കാനുള്ളത് വറക്കാൻ, വെക്കാനുള്ളത് വെക്കാൻ. വഴക്കുണ്ടാവുമോ? ഇനി ഭാര്യ ഒന്ന് മുറുമുറുത്താലും ഭർത്താവ് ഇരിക്കണം, രണ്ടും കൂടെ അവിടെ ഇരിക്കും. പിന്നെ അപ്പുറത്തെ വീട്ടിലെ ശ്വാസാമേൻ്റെ കുറച്ച് കുറ്റമൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും പരിപാടി നടത്തിക്കോളൂ. അവരുടെ വീട്. അവർക്ക് ലജ്ജ തോന്നിയില്ല. ഇനി അച്ഛൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം, എന്തുകൊണ്ട് അവർക്ക് ലജ്ജ തോന്നിയില്ല? ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു സെക്ഷൻ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് അവർക്ക് ലജ്ജ തോന്നിയില്ല? എന്താ കാരണം എന്നറിയോ? ശ്രദ്ധിച്ചു കേൾക്കണം. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അവർ നഗ്നരായിരുന്നു, അവർക്ക് ലജ്ജ തോന്നിയില്ല. എന്തുകൊണ്ട് അവർക്ക് ലജ്ജ തോന്നിയില്ല? അവർക്ക് ലജ്ജ തോന്നാത്തതിൻ്റെ കാരണം അവരുടെ തലയ്ക്കകത്ത്, ഒന്നുകൂടെ ശ്രദ്ധിക്കുക, അവർക്ക് ലജ്ജ തോന്നാത്തതിൻ്റെ കാരണം അവരുടെ തലയ്ക്കകത്ത് ദൈവം കൊടുത്ത വചനം കിടന്നിരുന്നു. എന്താ ദൈവം പറഞ്ഞെന്നറിയോ? ആദമേ, ഹൗവയെ, ഏദൻ തോട്ടത്തിലുള്ള മുഴുവൻ വൃക്ഷങ്ങളുടെ ഫലവും നിങ്ങൾക്ക് അനുഭവിക്കാം. ഏദൻ തോട്ടത്തിൻ്റെ മുഴുവൻ ഫലങ്ങളും നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക. പക്ഷെ അതിൻ്റെ നടുവിൽ എന്നെ മറക്കരുത്. എന്നെ മറക്കാതിരിക്കാൻ നടുവിലൊരു മരമുണ്ട്, അതിൻ്റെ വൃക്ഷഫലം തിന്നരുത് എന്ന് വെച്ചാൽ നടുവിലൊരു ആപ്പിൾ നട്ടിട്ട് അത് തിന്നരുതെന്നല്ല പറഞ്ഞത്. ഏദൻ തോട്ടത്തിലെ മുഴുവൻ അനുഭവങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാം. ഏദൻ തോട്ടം നിങ്ങൾക്കുള്ളതാണ്. പക്ഷെ അതിൻ്റെ നടുവിൽ, ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ നടുവിൽ, ദൈവം നിങ്ങൾക്കെന്ന ദാനങ്ങളുടെ നടുവിൽ, ദൈവാനുഭവങ്ങളുടെ നടുവിൽ എന്നെ ഓർക്കണം. നടുവിൽ എന്നെ മറക്കരുത്. ഏദൻ തോട്ടത്തിൻ്റെ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് ഒന്നുമല്ല മരം വെച്ചതാണോ? നടുവിൽ, സെൻറ്റർ. എന്താ? ദൈവം തന്ന ദാനങ്ങളുടെ നടുവിൽ ദൈവത്തെ ഓർത്തോളണം. ആദമ ഹവ്വയും ഏദൻ തോട്ടത്തിലെ കുറുങ്ങും വിലങ്ങും നടക്കുമ്പോൾ നടുവിലെത്തുമ്പോൾ ഓർക്കും. ആരെ ഓർക്കും? അവിടെ ഒരു മരം നിൽക്കുന്നുണ്ട്. ഈ മരം ഞങ്ങൾ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ വൃക്ഷത്തിൻ്റെ ഫലവും തിന്നാൻ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം ദൈവം പറഞ്ഞ വചനം ഓർക്കും. ദൈവം പറഞ്ഞ വചനം, ഒന്നോടെ, ദൈവം പറഞ്ഞ വചനം ആദമും ഹവ്വയും വെള്ളം ചേർക്കാതെ തലയിൽ സൂക്ഷിക്കുകയാണ്. ഈ വചനം തലയിലുള്ളത്രയും കാലം ഏദൻ തോട്ടത്തിൽ
ഈ സ്നേഹ കുടുംബത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. ഉണ്ടോ? ഉറക്കെ പറഞ്ഞേ, ഉണ്ടോ? കൃപയ്ക്ക് ഒരു ക്ഷതവും പറ്റിയിട്ടില്ല. അവർ ദൈവം പറഞ്ഞത് മറന്നില്ല. ചുരുക്കി പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം അങ്ങോട്ട് പൂട്ടുകയാണ്. ഒരു കീവേഡ് ഞാൻ പറയുകയാണ്. കുടുംബത്തിൽ ദൈവവചനത്തിൻ്റെ മുദ്രയുള്ളത് കൊണ്ട്, ഒന്നോടെ, ആദമിൻ്റെ ഹവ്വയുടെയും കുടുംബത്തിൽ സ്വർഗത്തിലെ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കൊണ്ട് ആ വീട് മുദ്ര കുത്തപ്പെട്ടത് കൊണ്ട് ആ വീടിനെ തകർക്കാൻ കഴിഞ്ഞില്ല. ദൈവം കൊടുത്ത വരദാനങ്ങളൊക്കെ അവിടെ നിന്ന് അവർക്ക് ലജ്ജ തോന്നിയില്ല. വീടിനകത്ത് വചനം ആ വീട്ടിലുണ്ടായിരുന്നു. ദൈവത്തിന് ആ വീട്ടിൽ സ്ഥാനം ഉണ്ടായിരുന്നു. അത് വേറൊരു ഭാഷയിലാണ് ബൈബിൾ പറയുന്നത്. ദൈവം നിരന്തരം വെയിലാറുമ്പോൾ അവിടെ ഇറങ്ങി വരും, അവരോടുകൂടി ഉലാത്തുമായിരുന്നു. എന്താ ഉലാത്തുക എന്ന് പറഞ്ഞാൽ? നമ്മൾ വെറുതെ ഒരു വചനം അതെന്താ ഉലാത്തുക എന്ന് പറഞ്ഞാൽ? ആ കൂടെ നടക്കുക. എങ്ങനെ നടക്കുക? ശ്രദ്ധിക്കുക. അപ്പോൾ ആ മടിയിലിരിക്കുന്ന കൊച്ച്, ഒരു 3 വയസ്സോ 4 വയസ്സുള്ളൊരു കൊച്ച്, 4 വയസ്സുള്ള കൊച്ചെങ്ങനെയാണ് ഉലാത്തുക? അതിൻ്റെ കുഞ്ഞി കാല് കൊണ്ട് വെക്കാൻ പറ്റുന്ന താളത്തിനല്ലേ. അപ്പോൾ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, മോളെ വാ, നമുക്ക് 2 പേർക്കും കൂടെ ഉലാത്താം. ഞാൻ അതിൻ്റെ കയ്യെ പിടിച്ച്, എന്നിട്ട് ഞാൻ ഉലാത്തുന്നത് പോലെ അതിനെ കൂടി ഉലാത്താൻ നടന്നാൽ അതെന്തായിരിക്കും? അതെനിക്കൊരു ഉലാത്തലും കൊച്ചിനൊരു ഒലത്തലുമായിരിക്കും അല്ലേ? ഇയാൾ എന്ത് ഉലാത്തലായി ഉലാത്തുന്നത്? എൻ്റെ പാദങ്ങൾക്കും താളങ്ങൾക്കും ഒപ്പം നടക്കാൻ അതിന് പറ്റുമോ? അതെൻ്റെ ഒപ്പം ഓടേണ്ടി വരും അല്ലേ? കുറച്ച് നേരം കഴിയുമ്പോൾ അതിനാകെ അസ്വസ്ഥയായി. അത് പറഞ്ഞ് ഇയാൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? അപ്പോൾ ഉലാത്തൽ ശരിയാകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതിൻ്റെ താളത്തിനും അതിൻ്റെ വേഗത്തിനും ഒപ്പം ഞാൻ നടക്കണം. മനസ്സിലായില്ല? അതിൻ്റെ താളത്തിനും അതിൻ്റെ വേഗത്തിനുമൊപ്പം ഞാൻ അതിനോടുകൂടി സഞ്ചരിക്കുമ്പോൾ അത് പറയും, അച്ഛൻ്റെ കൂടെ ഉലാത്താൻ നല്ല സുഖമാണ് അല്ലേ? അപ്പോൾ എനിക്കും അതിന് ഒന്നിച്ച് ഉലാത്താം. ഞാനെന്താ പറഞ്ഞെന്നറിയോ? സർവചരാചരങ്ങളെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം കൃമിയായ മനുഷ്യൻ്റെ കൂടെ ഉലാത്തീന്ന്. മനസ്സിലായില്ല? ദൈവം അവൻ്റെ വേഗത്തിലല്ല സഞ്ചരിച്ചത്, എൻ്റെ താളത്തിൽ അവൻ സഞ്ചരിച്ചു എന്ന്. ഏത് വീട്ടിൽ? വചനമുള്ള വീട്ടിൽ. ദൈവം എന്നോട് കൂടെ. അതുകൊണ്ടാണ് മറിയത്തോട് പറഞ്ഞത്, അവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. കളയരുത് അതിനെ. വ്യഭിചാരം ചെയ്ത്, മദ്യപിച്ച്, പുകവലിച്ച്, പാപം ചെയ്ത്, തെറി പറഞ്ഞ്, വഞ്ചിച്ച്, ചതിച്ച്, അവിശ്വസ്തത കാണിച്ച് ദൈവത്തെ കളയരുത്. അവൻ ഉലാത്താൻ വരും. ഇങ്ങനെയുള്ള സാധനങ്ങളാണെങ്കിൽ അവനോടുകൂടെ ഉലാത്താൻ പറ്റില്ല. പിശാച് പല പണിയെടുത്ത് നോക്കി ഇവരുടെ വീടിനകത്തൊന്ന് കയറി ഇളക്കാൻ പറ്റുമെന്ന്. ഓരോ ദിവസം വരുമ്പോഴും ഹവ്വയും ആദം ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹവ്വ ആദമിനോട് ദൈവം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? തെറ്റിച്ചിട്ടില്ലല്ലോ? തിരിച്ച് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന് അത് നമുക്കുള്ളതല്ല. അത് നല്ലതാണ്. നടുവിൽ നിൽക്കുന്ന വൃക്ഷം നല്ലതാണ് അല്ലേ? നല്ലതല്ലേ? ദൈവം മരം സൃഷ്ടിച്ചു, എല്ലാം നല്ലതെന്ന്. ഒന്നും മോശം, നല്ലതാണ്. പക്ഷെ ആദമിന് ഹവ്വയ്ക്ക് അത് നല്ലതല്ല. ഈ പ്രപഞ്ചത്തിൽ ഒത്തിരി നല്ലതുണ്ട്. എല്ലാം നല്ലതും നമുക്ക് നല്ലതല്ല. എല്ലാ നല്ലതും നമുക്ക് നല്ലതല്ല. ഏദൻ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം മോശമൊന്നുമല്ല. ദൈവം തന്നെ സാക്ഷി അത് നല്ലതാണ്. പക്ഷെ ആദമിന് ഹവ്വയ്ക്ക് അത് ക്രിസ്ത്യാനി മനസ്സിലാക്കണം. ഈ നാട്ടിൽ പലതും ഉണ്ട്, പലതും നല്ലതാണ്. പക്ഷെ നമുക്കെല്ലാം അല്ലേ? ചില ഡോക്ടർമാർ പറയും അത്രേ, 1.5 ഇട്ടാൽ നല്ലതാണ്. ആയിരിക്കും, അല്ലായിരിക്കും. പക്ഷെ നമുക്ക് നല്ലതല്ല. ഇൻസുലിൻ നല്ലതാണ് ഷുഗർ ഉള്ളവർക്ക്. വെറുതെ വെച്ചിട്ട് കുത്തി കയറ്റിയാലോ? ഏതായാലും ഇൻസുലിൻ കൊടുക്കില്ല, 2 നമുക്ക് ഇട്ട് വെച്ചേക്കട്ടെ. ആണോ? പണ്ടൊരു ഇഞ്ചക്ഷൻ, ഇപ്പോഴും ഉണ്ട് പെൻസിലിൻ, അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ ഇല്ലേ? പണ്ട് നമുക്കൊക്കെ എടുക്കാൻ പോകുന്ന നേരത്ത് ആൻറ്റിബയോട്ടിക് എടുക്കാൻ നേരത്ത് ഇവിടെ നിന്ന് ആദ്യം ഇച്ചിരി ഒരു ഡോസ് ഇട്ട് കൊടുക്കും അല്ലേ? എന്നിട്ടൊരു പേനോട് ഒരു വട്ടവും വരയ്ക്കും. അതിനാ ടെസ്റ്റ് ഡോസ്. എന്തിനാണ്? സംഭവം നല്ലതാണ്, പക്ഷെ ഇയാൾക്ക് ചേരുമെന്ന് അറിയണം. വേണ്ടേ? നല്ലതാണെങ്കിൽ പിന്നെ എല്ലാവർക്കും കയറ്റാൻ മേലേ? തലയ്ക്കകത്തേക്ക് നമ്മുടെ ഉള്ളിലേക്ക് എല്ലാം നല്ലതും നമുക്ക് നല്ലതല്ല. ഒത്തിരി നല്ലതുണ്ടാവും. നമ്മൾ ഓർക്കണം, പലരും നമ്മളോട് പറയും ഇത് ഇച്ചിരി നല്ലതാട്ടോ, ഇച്ചിരി നല്ലതാട്ടോ, ഇച്ചിരി വഴിതെറ്റുന്നത് നല്ല രസാട്ടോ
ഇച്ചിരി അർമാദിക്കുന്നത് നല്ല രസാട്ടോ. പലർക്ക് രസമായിരിക്കും, കൃപയുള്ളവർക്ക് മിണ്ടൂല, നല്ലതല്ല. പിശാച് ഒരു ദിവസം വന്നു, ആദമും ഹവ്വയും പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനം ഓർമ്മയുണ്ടോണ്ട് ഒരു രക്ഷയില്ല ഇളക്കാൻ, ഒന്നിച്ച് നിൽക്കുകയാണ്. ഒരു ദിവസം രണ്ട് വഴിക്കൂടെ പോയി. എന്തിനാ ബൈബിളിൽ അങ്ങനെ എഴുതിയെന്ന് എനിക്കറിയില്ല, പക്ഷെ രണ്ടും ഒന്ന് തിരിഞ്ഞു നിന്നു. എന്തോ കാര്യത്തിന് പോയതാണ്. പിശാച് തക്ക സമയത്ത് വന്നു. കൗശലക്കാരൻ്റെ രൂപത്തിലാണ് വന്നത്. പാമ്പ് നല്ലതാണ് അല്ലേ? ദൈവം സൃഷ്ടിച്ചല്ലേ, നല്ലതാണ്. പാമ്പ് നല്ലതാണ്. നമ്മൾ പാമ്പിനെ കാണുമ്പോൾ പിശാചിനെ പോലെ കാണരുത്. പിശാച് പാമ്പിൻ്റെ രൂപത്തിൽ വന്നു. എന്ത് നല്ലൊരു സാധനമാണല്ലോ വന്നേക്കണേ. പാമ്പ് കുഴപ്പമൊന്നുമില്ല, നമ്മളുടെ കൂട്ടത്തിലുള്ള സാധനമാണല്ലോ. വന്നു പെട്ടെന്ന് ചോദിച്ചു, ഈ തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിൻ്റെ ഫലവും തിന്നാവോ? ഒരു വൃക്ഷത്തിൻ്റെയും തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? പുള്ളി അങ്ങനെ ചോദിച്ചത്. സൂത്രക്കാരനാണല്ലോ, എങ്ങനെയെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ വേണമല്ലോ സംസാരിക്കാനേ. ഹൗവേ, നിങ്ങളുടെ ദൈവേ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ പുള്ളിക്ക് അറിയാം എന്താ പറഞ്ഞതെന്നൊക്കെ. ഹൗ പറഞ്ഞു, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആ നടുക്ക് നിൽക്കുന്നത് തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. തിന്നാൽ ഞങ്ങൾ മരിക്കൂന്ന് പറഞ്ഞിട്ടുണ്ട്. നീ പറഞ്ഞ പോലെ ഒന്നും പറഞ്ഞിട്ടില്ല. നടുവിൽ നിൽക്കുന്നത് തിന്നരുത്, തിന്നാൽ ഞങ്ങൾ മരിക്കൂന്ന് ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ പിശാച് ഒരു കള്ളച്ചിരി വെച്ചിട്ട് ചുമ്മാ പറഞ്ഞാട്ടാ. ദൈവം പറഞ്ഞല്ലേ, നുണയാ. നിങ്ങളല്ലേ അത് വിശ്വസിക്കുകയുള്ളൂ. ദൈവം വെറുതെ പറഞ്ഞാണ്, മരിക്കില്ല. തിന്നാ നിങ്ങൾ മരിക്കില്ല. നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും, നന്മ തിന്മ തിരിച്ചറിയും. പിശാച് 3-4 കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. ദൈവം 2 കാര്യം പറഞ്ഞല്ലോ. തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷം തിന്നരുത്, തിന്നാൽ നിങ്ങൾ, ശ്രദ്ധിച്ച് കേട്ടെ, ഞാൻ ഇച്ചിരി വിസ്തരിച്ച് പറയട്ടെ. തിന്നരുത്, തിന്നാൽ നിങ്ങൾ മരിക്കും. 2 കാര്യം ദൈവം പറഞ്ഞോളൂ. 4 കാര്യം പിശാച് പറഞ്ഞു. തിന്നൊള്ളുക, മരിക്കില്ല, കണ്ണ് തുറക്കും, നന്മ തിന്മ അറിയും, ദൈവത്തെ പോലെയാകും. 4 സാധനം എടുത്തിട്ട് അങ്ങോട്ട് എടുത്ത്. അവയ്ക്കൊരു സംശയം, ആണോ ദൈവം എന്നാണോ പറയാം? പിന്നെ നിങ്ങൾ ദൈവത്തെ പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് വല്ല വിലയുണ്ടോ? നിങ്ങൾക്ക് പിന്നെ ആരോടും ചോദിക്കണ്ട, തോന്നിയതുപോലെ നടക്കാം, തോന്നിയതുപോലെ പ്രവർത്തിക്കാം, ആരെയും ഭയപ്പെടേണ്ട. നിങ്ങൾ നിയന്ത്രണങ്ങൾക്കപ്പുറത്താണ്. പിന്നെ നിങ്ങൾക്ക് തിന്നാം, കുടിക്കാം, ആനന്ദിക്കാം. നിങ്ങൾ പിന്നെ എന്തിനു ഭയപ്പെടുന്നു? നിങ്ങൾ പറയുന്ന നന്മയാണ് നന്മ, നിങ്ങൾ പറയുന്ന തിന്മയാണ് തിന്മ. നിങ്ങളാണ് അതൊക്കെ തീരുമാനിക്കുക. ഇപ്പോൾ ദൈവമല്ലേ തീരുമാനിക്കണേ? നല്ലത് ചീത്തയൊക്കെ ദൈവമാണ് പറയുന്നത്. അത് നിങ്ങൾ ചെയ്യും. കണ്ണ് തുറക്കും. ഇങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ കണ്ണിരിക്കുക. നിങ്ങൾ വലിയ വലിയ കാഴ്ച കാണും. കണ്ണ് തുറക്കാന്ന് പറഞ്ഞാൽ പോള അടഞ്ഞിരിക്കുക എന്നുള്ളതല്ല, കാഴ്ചകൾ മാറും, ബോധ്യങ്ങൾ മാറ്റും. പിശാച് വന്നിട്ട്, ഇനി ശ്രദ്ധിച്ച് കേൾക്കണം, നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീടാണ്. പിശാച് വന്നിട്ട്, ശ്രദ്ധിച്ച് കേൾക്കുക, ഇതിങ്ങടെ തലയിൽ കിടക്കുന്ന ദൈവവചനത്തെ അവരറിയാതെ പതുക്കെ എടുത്ത് ദൂരേക്ക് മാറ്റിയിട്ട് അവൻ്റെ തലയിൽ കിടക്കുന്നത് ഇതിങ്ങടെ തലയിലേക്ക് വെച്ച് കൊടുത്ത്. ഒരു ചെറിയ ചേഞ്ച് അവിടെ സംഭവിച്ചു. മനസ്സിലായോ? ഇപ്പം ഹൗവയുടെ തലയിൽ ആരുടെ വചനം കയറിയേക്കണേ? അവരൊക്കെ പറഞ്ഞേ, ലോകത്തിൻ്റെ വചനം. ലോകം പറഞ്ഞത് തലയിൽ കയറി, ദൈവം പറഞ്ഞതിനെ അങ്ങ് മയക്കി കിടത്തി. ലോകം പറഞ്ഞത് വർക്കൗട്ടായി. ഇന്ന് പല കുടുംബങ്ങളും പൊളിഞ്ഞത് അങ്ങനെയാണ്. നാട്ടുകാർ പറഞ്ഞതാ തലയിൽ കിടക്കണത്. കെട്ടിയോൻ പിഴയാട്ടോ, കെട്ടിയോൻ്റെ വീട്ടുകാർ പിഴയാട്ടോ, അവൾ പിഴയാട്ടോ, അവർ ശരിയല്ലട്ടോ. നാട്ടുകാർ പറഞ്ഞത് ഓരോ ദമ്പതികളുടെ തലയിൽ കിടക്കുകയാണ്. ഡോക്ടർ പറഞ്ഞത്, നാട്ടുകാർ പറഞ്ഞത്, ബ്രോക്കർ പറഞ്ഞത്, അയൽവക്കക്കാർ പറഞ്ഞത്, സ്വന്തം ഗണിച്ചെടുത്തത്, ഇതെല്ലാം കൂടെ തലയ്ക്കകത്ത് കയറി കിടക്കുകയാണ്. ദൈവം പറഞ്ഞതല്ല തലയിൽ കിടക്കണത്. ഞാനാ നിങ്ങളെ യോജിപ്പിച്ചതെന്ന ദൈവവചനം മറന്നു. ലോകം പറഞ്ഞത്, കള്ള് കുടിച്ചപ്പോൾ കിട്ടിയ ബോധ്യം, കള്ള് ഷാപ്പിൽ ഇരുന്ന് കിട്ടിയത്, കുപ്പി പൊട്ടിച്ചപ്പോൾ കിട്ടിയത്, പിരിവിട്ട് പറഞ്ഞപ്പോൾ കിട്ടിയത്, ആർഭാടത്തിന് അർമാദിക്കാനും പോയപ്പോൾ കിട്ടിയത്, ഇതെല്ലാം തലയിൽ കയറി കിടക്കുകയാണ്. പൈപ്പിൽ വെള്ളം എടുക്കാൻ പോയപ്പോൾ അയൽവക്കത്തെ പെണ്ണുങ്ങൾ പറഞ്ഞത്, തൊഴിലുറപ്പിന് പോയപ്പോൾ പറഞ്ഞത്, കുടുംബശ്രീക്ക് പോയപ്പോൾ കിട്ടിയത്, ഇതൊക്കെയാണ് തലയിൽ കിടക്കുന്നത്. ലോകം പറഞ്ഞത് തലയിൽ കയറി, ദൈവം പറഞ്ഞത് പോയി. ഇങ്ങനത്തെ ഒരു സ്ത്രീ, ഇങ്ങനത്തെ ഒരാൾ, സ്ത്രീയോ പുരുഷനോ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് അതങ്ങ് പകരും.
ആദം വന്നു. ഹവ്വ പറഞ്ഞു പുതിയൊരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഭയങ്കര രസമാണ്, 1.5 കിട്ടേ, ഇതേ പിടിച്ചോ. അവളെടുത്തു, കഴിച്ചു, ഹവ്വ ആദമിനും കൊടുത്തു. ഇപ്പം കിട്ടിയതിൻ്റെ 1.5 അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിച്ചു പങ്കുവച്ചു. എന്നാ രസ. പക്ഷെ ബൈബിളിൽ ഇനി എഴുതിയിരിക്കുന്ന കാര്യം മനസ്സിലാക്കണം. ദൈവം പണിത കുടുംബത്തെ, ഒന്നോടെ വചനാധിഷ്ഠിതമായി ദൈവം പണിത കുടുംബത്തെ അവർ പോലും അറിയാതെ രഹസ്യത്തിൽ പിശാച തിരുവചനങ്ങളെ തലയിൽ നിന്നെടുത്ത് മാറ്റി അവൻ്റെ ലോകവചനങ്ങളെ ഉള്ളിക്കയറ്റിയപ്പം എന്താണ് അവർക്ക് സംഭവിച്ചത്? ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. 3 തരത്തിലുള്ള രോഗം ബാധിച്ചു. 1, കാഴ്ചകളെല്ലാം ആസ്വദിക്കാൻ തുടങ്ങി. വേണ്ടാന്ന് പറഞ്ഞതിൻ്റെ സൗന്ദര്യം കൂടി. മനസ്സിലാവണ്ടോ? നിഷേധിച്ചതിൻ്റെ സൗന്ദര്യം കൂടി. കൊള്ളുകയില്ലാന്ന് പറഞ്ഞതിനോടൊരു പ്രത്യേക ആസക്തി. ബാക്കി നിങ്ങൾ ധ്യാനിച്ചെടുത്തോളണം. നിനക്ക് കൊള്ളുകയില്ലാന്ന് പറഞ്ഞതിനെ കണ്ടപ്പോൾ നിനക്ക് ആസക്തി കൂടി. അവനോ ധ്യാനിച്ചെടുത്തോളണം. വേണ്ടാന്ന് പറഞ്ഞതിലേക്ക് നോക്കാനും അത് ആസ്വദിക്കാനും അത് തന്നെ സ്വീകരിക്കാനും കണ്ണുകൾക്കൊരാസക്തി. അടുത്തത് ആസ്വാദ്യകരം, രുചികരം. ശരീരം അതിനെ പ്രാപിക്കാൻ വെമ്പൽ പൂണ്ട്. ഇപ്പം കണ്ണാണ് ഇത്രയും നേരം വെമ്പൽ. ഇപ്പം കണ്ണിലൂടെ അങ്ങോട്ട് കയറിയതുണ്ടല്ലോ, ശരീരം വെമ്പൽ പൂണ്ട് ഇത് സ്വീകരിക്കാൻ. അത് കള്ളാണേലും വ്യഭിചാരാണെങ്കിലും പാപജീവിതമാണെങ്കിലും കൊള്ളപ്പലിശയാണെങ്കിലും ശരീരം ഇതിൻ്റെ സുഖത്തിലേക്ക് വേണ്ടി വെമ്പൽ കൊണ്ട് എന്നിട്ടൊരു ബോധ്യത്തിലെത്തി, ഇത് കിട്ടിയാൽ എല്ലായി, ഇത് കിട്ടിയാൽ എല്ലാം തികഞ്ഞു. 2 പറിച്ചു തിന്നു. ഇപ്പം ആരെ മറന്നു? അവരറിയാതെ ആരെ മറന്നു? ശ്രദ്ധിച്ച്, ആരെ മറന്നു? മറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളിവിടെ ധ്യാനത്തിന് വന്നു, പോരണ വഴിക്ക് നിങ്ങളുടെ ചെറിയ കൊച്ച് നിങ്ങളോട് പറഞ്ഞു, മമ്മി പപ്പേ തൂത്തൂട്ടി പോയിട്ട് തിരിച്ചു വരുമ്പം ഇച്ചിരി ലഡു വാങ്ങിയിട്ട് വരണം കേട്ടോ. അപ്പോൾ നിങ്ങൾ സമ്മതിച്ചു. അപ്പം നിങ്ങളിവിടെ വന്ന് ധ്യാനം കൂടി തിരിച്ചു വന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ ആരെ ഓർമ്മ വന്നു? കൊച്ചു പറഞ്ഞത് ഓർമ്മ വന്നു. നിങ്ങളിവിടെ ധ്യാനം കൂടിയിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചതും മാനസാന്തരപ്പെട്ടതും അല്ല കൊച്ചു നോക്കിയിരിക്കുന്നത്. പപ്പ വരുമ്പം മമ്മി വരുമ്പം 4 വയസ്സുള്ള കൊച്ചാണ്, എന്തുകൊണ്ടുവരും? ലഡു കൊണ്ടുവരും. നിങ്ങളിവിടെ വന്ന് തിരിച്ചു വന്നിടത്ത് വാങ്ങാൻ മറന്നുപോയി. എന്തുകൊണ്ടാണ് മറന്നത്? കൊച്ചിനേക്കാൾ പ്രാധാന്യമുള്ള വേറെ എന്തൊക്കെയോ തലയിൽ കയറി അല്ലേ? കൊച്ചു പറഞ്ഞു, അയ്യോ ഞാൻ മറന്നു. എപ്പോഴാണ് മറക്കുന്നത്? അതിനേക്കാൾ പ്രാധാന്യമുള്ള വേറെ എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു അല്ലേ? മറന്നുപോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്നേഹം കുറഞ്ഞു പോയി തന്നെയാണ്. എപ്പോഴാണ് മറക്കുന്നത്? അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റു സ്നേഹിക്കാൻ തുടങ്ങിയപ്പം അത് സ്നേഹത്തിൻ്റെ താഴേക്ക് പോയി അല്ലേ? മറക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാതിരിക്കാന്നാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഓർക്കണം. വിശുദ്ധ കുർബാനയിലൂടെ യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ 2ാമത് വരുന്നത് വരെ എന്നെ ഓർത്തുകൊള്ളണം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം. ഓർക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കണം അല്ലേ? എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം. ഇവരറിയാതെ ദൈവത്തെ മറന്നു. എന്നെ സംഭവിച്ചത്? ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു. കണ്ണ് തുറന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് പറയുന്നത്. പള്ളിയിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് പോയ കാഴ്ചയല്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ കിട്ടിയത്. കണ്ണ് തുറന്നു എന്ന് പറഞ്ഞാൽ സത്യം ഈ കണ്ണിൻ്റെ പോള മാറിയെന്നല്ല, അല്ല, കാഴ്ചപ്പാട് മാറി. കാഴ്ചപ്പാട് മാറി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മനസ്സിലാക്ക്. കാഴ്ചപ്പാട് മാറി. കുടുംബജീവിതം തുടങ്ങിയപ്പോഴുള്ള കാഴ്ചയല്ല ഇപ്പോൾ ഉള്ള കാഴ്ച അല്ലേ? അന്ന് എന്ത് സ്നേഹമായിരുന്നു. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ നാളുകളിൽ ഭർത്താവ് അപ്പനും അമ്മയും കിടന്നിട്ടാ ചോറുണ്ടെന്നെങ്കിൽ അയാൾ ഉണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു ഉരുള സാമ്പാറിൽ മുക്കിയിട്ട് അവളുടെ വായിലേക്ക് വെച്ചു കൊടുക്കും. അതെന്ത് രുചിയായിരുന്നു, എന്ത് സ്നേഹമായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നെറുകയിലൊരു ചുംബനം തരികയായിരുന്നു. എന്ത് സന്തോഷത്തോടെയായിരുന്നു അന്ന് കിടന്നുകൊണ്ടിരുന്നത്. വർത്താനം പറഞ്ഞ തീരെയായിരുന്നു. അവളെങ്ങാനും വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ സ്വസ്ഥതയുണ്ടോ? ആദ്യത്തെ കൊച്ചിനെ പ്രസവിക്കാൻ വേണ്ടി അവളെ കൂട്ടിക്കൊണ്ട് 1.5 നമ്മളങ്ങോട്ട് ചെല്ലും. 7ാം മാസമായിട്ടുള്ളൂ, എന്നാലും കാണാണ്ടിരിക്കാൻ മേലേ ചിലർ ഊറിച്ചിരിക്കുക. ഇപ്പോഴോ എൻ്റെ പൊന്നു തമ്പുരാനെ ഇച്ചിരി കരുണ കാണിക്കണമേ. എന്താ ഈ കാഴ്ചപ്പാട് മാറിയത്?
ചിലർ അന്ന് കല്യാണം കഴിഞ്ഞിടയ്ക്ക് ഭർത്താവ് 8 മണിക്ക് ഓഫീസ് കഴിഞ്ഞ് വരുമ്പം 8:02 സ്വസ്ഥത നഷ്ടപ്പെട്ട് 8:05 അവൾ പൂമുഖത്തിൻ്റെ വാതിൽ തുറന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കും. ഇപ്പോൾ കാണുന്ന വണ്ടിയുടെ ഹെഡ്ലൈറ്റ് എൻ്റെ ഭർത്താവിൻ്റെ ആണോ, സൗണ്ട് അതാണോ, 3 കിലോമീറ്റർ അപ്പുറത്ത് തന്നെ നമുക്ക് ആ ബൈക്കിൻ്റെ സൗണ്ട് അറിയാം. അത്ര കൊതിയോടെ കാത്തിരുന്നു. ഇപ്പം 2 ദിവസം കഴിഞ്ഞ് വന്നില്ലല്ലോ, ഒരു കുഴപ്പമില്ല. എന്തൊരാശ്വാസം. 3-4 ദിവസമായിട്ട് കാണുന്നില്ല, ഒരു പ്രശ്നവുമില്ല. എന്താ ഈ കാഴ്ചപ്പാട് മാറിയത്? എവിടെ എന്തോ കുറഞ്ഞു പോയി. അവരുടെ കാഴ്ചപ്പാട് മാറി. കാഴ്ചപ്പാട് മാറിയപ്പോൾ അവരിൽ എന്ത് സംഭവിച്ചു? വായിച്ചു. തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. അവർക്കൊരറിവ് കിട്ടിയപ്പം, കാഴ്ചപ്പാട് മാറിയപ്പം കണ്ണ് തുറന്നു കഴിഞ്ഞ് അപ്പം അവർക്ക് എന്ത് തോന്നി? ലജ്ജ തോന്നി. അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. അവർക്കൊരു കാര്യം മനസ്സിലായി, നഗ്നരാണ്. ആദ്യോ നഗ്നര് തന്നെയാണ്. അന്നേരവും മറച്ചു വെക്കാനൊന്നുമില്ല, ഇപ്പോഴും മറച്ചു വെക്കാനില്ല. പക്ഷെ ഇപ്പം ലജ്ജ തോന്നി. മറച്ചു വെക്കാത്തത് കൊണ്ട് ലജ്ജ തോന്നി. എല്ലാം പങ്കാളിയോട് പറയാൻ പറ്റുന്നില്ല. ഒരു മറയുണ്ടായേ പറ്റുള്ളൂ. അതുകൊണ്ട് അവരെന്ത് ചെയ്തെന്നറിയോ? ഒരു താൽക്കാലിക മറയുണ്ടാക്കി. നോക്കുമ്പോൾ ഏറ്റവും വലിയ അല്ല അത്തിയുടെ അല്ലേ അവിടെ ഉള്ളതിൽ കിട്ടിയതിൽ, അത് ചില ഈർക്കിളിയൊക്കെ അങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് കുത്തി മറച്ചു വെച്ച്. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്തറിയോ? ഒരു താൽക്കാലിക മറയുണ്ടാക്കി. ഭർത്താവ് അറിയാതിരിക്കാൻ ചിലത് ഭാര്യയ്ക്ക്, ഭാര്യ അറിയാതിരിക്കാൻ ചിലത് ഭർത്താവിന്.